പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനാപൂർവം പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമുക്ക് കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 15-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ മിനിയാന്ന് 2 ദിവസവും പ്രധാനമായിട്ട് നാം കണ്ടത് പരിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ ഓരോ കുർബാനയിലും നാം ഈശോയെ കണ്ടുമുട്ടണം. എങ്കിൽ മാത്രമേ കുർബാന ഒരു അനുഭവമായി മാറുകയുള്ളൂ. നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. അപ്പോൾ ഈ ആത്മീയ സത്യം നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഞാൻ 2 ദിവികാരുണ്യ അത്ഭുതങ്ങൾ പങ്കുവച്ചത്. ഇറ്റലിയിലെ ലാൻസിയാനോയിലുണ്ടായ ഒരു അനുഭവം, പിന്നെ വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, മറ്റ് എല്ലാ ഭക്താനുഷ്ഠാനങ്ങളും ഭക്തകൃത്യങ്ങളും ഭക്തിയിൽ നമ്മെ തിളച്ചിടാൻ സാധ്യതയുണ്ട്. നാം നൊവേന ചൊല്ലുന്നത് എനിക്കും ഇഷ്ടമാണ്. നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലിക്കഴിയുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ മറിയമേ നിൻ്റെ ചിത്രത്തിൽ നിന്ന് ആ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലൊരു ആത്മീയാനുഭവം നിറയും. പക്ഷെ അത് ആ ഭക്തിയിലേക്ക് അടുത്ത ശനിയാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ നോക്കിയിരിക്കും. ഇവിടെ എന്താണ്, കുർബാനയിൽ ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരുകയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ വ്യക്തി, ഈ ബലിയർപ്പിക്കുന്ന നിത്യപുരോഹിതനായ ഈശോയോടുള്ള ആ സ്നേഹബന്ധത്തിൽ നമ്മൾ വളരണം. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് നിറയണം. അപ്പോൾ നമ്മൾ ഈശോയെ കാണാൻ ശ്രമിക്കുന്നത് ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നായിരിക്കണം. ഞാനതിന് ഒരു ബൈബിൾ ഭാഗം നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരാം. നമ്മൾ ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ സംഭവം വിവരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി മ്ലാനവദനരായിട്ട് അങ്ങോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് അപരിചിതനെ പോലെ, ഒരു യാത്രികനെ പോലെ ഈശോ കൂടെ നടക്കുന്നത്. അവസാനം ഈശോ അപ്പം എടുത്ത് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ സംഭവത്തിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ 3 തുറക്കപ്പെടലുകൾ, ഓപ്പണിങ്സ് നാം കാണുന്നുണ്ട്. ലൂക്കാ 24:32 വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. ഹൃദയം തുറന്നു കിട്ടി. വൈൽ ഹി ഓപ്പൺ ദി സ്ക്രിപ്റ്റേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. രണ്ടാമത്തത് 24-ാം അധ്യായത്തിൻ്റെ തന്നെ 31-ാമത്തെ വാക്യം തൊട്ടു മുൻപാണ്. അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ ശ്രദ്ധിക്കുക, അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. ഒരു വ്യക്തിയെപ്പോലെ ഒരു വ്യക്തിയായിട്ട് കൺമുൻപിൽ നിൽക്കുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു. വ്യക്തി തന്നെ ആയിരുന്നു അത്. ഇനി 24-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അപ്പോൾ കണ്ണ് തുറന്നു, പിന്നെ മനസ്സും തുറന്നു. പ്രിയപ്പെട്ടവരുടെ, ഇവിടെ എമ്മാവോ സംഭവത്തിൽ നാം ധ്യാനിക്കുന്ന, ഇന്നലെ ചിന്തിച്ച കാര്യം, ഈ അപ്പം മുറിച്ച് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അടുത്ത വാക്യം എന്താണെന്ന് അറിയാമോ? പക്ഷേ അവരുടെ മുൻപിൽ നിന്ന് അവൻ അപ്രത്യക്ഷനായി. അർത്ഥം എന്താണ്? ഇനി അപ്പത്തിലൂടെയാണ് എന്നെ കാണേണ്ടത്. ഇന്നും ഈശോ സഭയിലുണ്ട്, സഭ ഈശോയുടെ ഭൗതിക ശരീരമാണ്. പക്ഷേ അവനെ കാണാൻ കണ്ണ് തുറന്നു കിട്ടണമെങ്കിൽ, ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നു കിട്ടണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പത്തെ ഞാൻ ബോധപൂർവം സ്വീകരിക്കണം. നമ്മൾ പലപ്പോഴും സീരിയലുകളിലും സിനിമയിലും ഒക്കെ കാണുന്ന യേശുവിനെ കാണാൻ കുർബാനയിലും കാണാൻ ശ്രമിക്കുകയാണ്. അതാണ് എൻ്റെ വിഷയം. അതാണ് നല്ല ഉയരമുള്ള, ചുരുണ്ട് നീണ്ട മുടിയുള്ള, 2 വശത്തേക്കും പകുത്തിട്ടിരിക്കുന്ന മുടി, നല്ല തിളക്കമുള്ള കണ്ണുകൾ, മനോഹരമായി വെട്ടിയൊരുക്കിയ താടി, മുഖത്ത് നല്ല ഒരു പ്രശാന്തത, ചിലപ്പോൾ നേരിയ മന്ദസ്മിതം, മുഴങ്ങുന്ന ശബ്ദം, നീണ്ട അങ്കി, ചിലപ്പോഴൊക്കെ ചുവപ്പ് നിറമുള്ള ഒരു മേലങ്കിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ്. സീരിയലുകളിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ശരിയാണ്, ഇങ്ങനെയുള്ള ഒരാളായിരുന്നിരിക്കണം ഈശോ, ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം 42-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്, നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരനാണെന്ന്, ഈശോയെക്കുറിച്ചാണെന്ന്. പക്ഷേ ബാഹ്യമായ കണ്ണുകൾ അഥവാ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ഒരാളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നു കിട്ടിയാൽ മാത്രമേ ശരീരമല്ലാത്ത അല്ലെങ്കിൽ ശരീരമില്ലാത്ത യേശുവിനെ കാണാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിൽ ഇങ്ങനെയൊരു വ്യക്തി ഉണ്ടെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഞാൻ ഒരു സംഭവം കൂടി നിങ്ങളോട് പറയാം. അതെന്നെ കുറേ സ്വാധീനിച്ചതാണ്. അത് ഈ അടുത്ത നാളിൽ 1995 എന്ന് പറഞ്ഞാൽ 10-20 വർഷങ്ങൾക്ക് മുൻപ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഒരിക്കൽ അമേരിക്കയിൽ ഒരു ഔദ്യോഗിക സന്ദർശനത്തിന് പോവുകയാണ്.
നിങ്ങൾക്കറിയാം, മാർപ്പാപ്പായൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇറ്റിനറി ഓരോ ദിവസത്തെ പ്രോഗ്രാം കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നു. പക്ഷെ മാർപ്പാപ്പ അവിടെ നിന്നപ്പോൾ പെട്ടെന്ന് ഒരു 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 മാറ്റമുണ്ടാക്കി. അതായത് സെൻറ്റ് മേരീസ് സെമിനാരി, ബൾട്ടിമോർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സെമിനാരി കൂടി ഒന്ന് കാണാനായിട്ട് മാർപ്പാപ്പയ്ക്ക് ഒരു ആഗ്രഹം. അങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നതല്ല. പക്ഷേ സെക്യൂരിറ്റിക്കാർ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അവസാനം അവർ സമ്മതിച്ചു. കാരണം സമയം കണ്ടെത്തി, ക്രമീകരിച്ചു. അങ്ങനെ ഈ സെക്യൂരിറ്റിക്കാർ മാർപ്പാപ്പായുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എപ്പോഴും അവരുടെ കൂടെ ഈ പോലീസ് ഡോഗ്സ് ഉണ്ട്, പട്ടികളുണ്ട്, നായ്ക്കുട്ടികളുണ്ട്. കാരണം ഈ നായ്ക്കുട്ടികൾ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കള്ളന്മാർ ആക്രമിക്കാൻ സാധ്യതയുള്ളവർ പതുങ്ങിയിരിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് സെൻസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇവർ മാർപ്പാപ്പ സെമിനാരിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ചാപ്പലിൽ കയറുന്ന ഒരു ഭാഗം, അതാണ് സത്യത്തിൽ അങ്ങനെയാണ് തീരുമാനമെടുത്തിരുന്നത്. നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതല്ലേ ചാപ്പലിൽ കയറാനായിട്ട്. അപ്പോൾ ചാപ്പലിൽ മെറ്റൽ ഡിറ്റക്ടറുമൊക്കെ ആയിട്ട് ഇവർ ചെല്ലുന്നുണ്ട്. അവസാനം ഈ പോലീസ് ഡോഗിനെ വിട്ടു. ഈ പോലീസ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, അവിടുത്തെ ആ ചാപ്പലിലെ സക്രാരിയുടെ മുൻപിൽ നിന്നും മാറുന്നില്ല. ചിലപ്പോൾ പതുക്കെ കുരയ്ക്കുന്നുമുണ്ട്. അവർ തിരിച്ചു വരുന്നില്ല. കാരണം എന്താണ്? അവിടെ ആ സക്രാരിക്കുള്ളിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യം. ഇത് എനിക്കറിയില്ല, ഞാൻ പുസ്തകത്തിൽ വായിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. ഞാനിത് കേട്ടപ്പോൾ ഇത് കേട്ടാലും കേട്ടില്ലെങ്കിലും ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഈ വിശ്വാസം നിറയാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞതാണ്. ഇന്നലെയും 1-2 അത്ഭുതങ്ങളൊക്കെ പറഞ്ഞ് ഇനി അത് തൽക്കാലം അവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ആഗ്രഹിച്ചോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കുർബാനയ്ക്കകത്തെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾ ഇന്നലെ ഞാനെന്ന് പറഞ്ഞായിരുന്നൊരു പ്രാർത്ഥന, ഈ സജീവം, ജീവദായകം തുടങ്ങിയ വാക്കുകൾ ആവർത്തിക്കണം. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ളൊരു പ്രാർത്ഥന, സജീവവും പരിശുദ്ധവും, ഉള്ളു തുറന്ന് വിളിക്കുമ്പോൾ. ഇന്ന് ഞാൻ നമ്മുടെ എല്ലാ കുർബാനയ്ക്കകത്തും പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. അപ്പോൾ എന്നെന്നും ജീവിക്കുന്ന ദൈവത്തെയാണ് സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ധ്യാനം അവസാനിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ 1-2 പ്രാർത്ഥനകൾ നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ വ്യക്തിപരമായ മറ്റൊരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എനിക്ക് ഈ ഒരു ബോധ്യം കിട്ടാനായിട്ട് സഹായിച്ചൊരു കാര്യമാണ്. ഞാനൊരു 10-12 വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ജില്ലയിൽ കള്ളാർ എന്ന് പറയുന്ന ഒരു പള്ളിയിൽ വികാരിയായി എനിക്ക് സൂചിപ്പിച്ചതാണ്. ഞാൻ അവിടുത്തെ കോളേജിലെ പ്രിൻസിപ്പളുമായിരുന്നു. അപ്പോൾ അവിടെ ഇന്നൊരു ആശ്രമം, ഒരു ധ്യാന കേന്ദ്രമുണ്ട്. കള്ളാർ തിരുഹൃദയ ആശ്രമ ധ്യാന കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ആദ്യം ആയിട്ട് ഒരു കൺവെൻഷൻ നടക്കുകയാണ്. കൃത്യമായ തീയതി എനിക്കറിയാം, അതെൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. 2008 നവംബർ 15 ശനിയാഴ്ച. അപ്പോൾ ഈ കൺവെൻഷൻ വചനം പങ്കുവയ്ക്കാനായിട്ട് വരുന്നത് സേവ്യർ ഖാൻ മട്ടായിലച്ചനാണ്. അവിടെ ഉണ്ടായിരുന്ന റിജി മുട്ടത്തിലച്ചനായിരുന്നു ഇപ്പോൾ ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും ഒരു കൊച്ചു ചാപ്പൽ ഒരുക്കിയിട്ടുണ്ട്. ആ ചാപ്പലിൽ ഒരു കൊച്ചു ആൾത്താര, ഇപ്പോൾ ഇത് മരിയൻ കൂടാരമാണ്. അവിടെ ആണ് അച്ഛൻ വന്നിട്ട്, പ്രിയപ്പെട്ടവരെ, വന്നപ്പോഴും അവസാനം നിർത്തിയപ്പോഴും ആ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചത് എൻ്റെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല. അവിടെ തിരികളൊക്കെ നന്നായിട്ട് കത്തിച്ച് ഒത്തിരി പൂക്കളുമൊക്കെ വെച്ച് ദിവികാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല. ഞാൻ മറ്റൊരു കോണിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ സേവ്യർ ഖാൻ മട്ടായിലച്ചന് ആ ദിവികാരുണ്യത്തിലേക്ക് നോക്കി അച്ഛൻ്റെ ബോഡി ലാംഗ്വേജ്, അച്ഛൻ്റെ ശരീരഭാഷ, അച്ഛൻ്റെ മുഖഭാവങ്ങൾ ഒക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. തൊട്ടടുത്ത് നിന്ന് ആരോടോ സംസാരിക്കുന്നത് പോലെ എന്നെ ഇതൊത്തിരി സ്വാധീനിച്ചു. കാരണം അച്ഛൻ്റെ മുഖത്തെ ഭാവങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വെറുതെയുള്ള പ്രാർത്ഥനയല്ല, അച്ഛൻ അവിടെ ജീവിക്കുന്ന ദൈവത്തെ കണ്ടെത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ വർഷം, കൃത്യമായി പറഞ്ഞാൽ 2019 ഞാൻ തിരുവല്ലയ്ക്ക് അടുത്തുള്ള കുറ്റൂർ എന്ന് പറയുന്ന ഒരു ആശ്രമത്തിൽ ആയിരുന്നു.
അവിടെ അവിടെ ഒരു 10-15 പേര് മാത്രമേ കുർബാനയ്ക്ക് വരികയുള്ളൂ മാക്സിമം. അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുമ്പോൾ ഞാൻ ഒരു വ്യക്തിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ചാപ്പലിലേക്ക് 2 സ്റ്റെപ്പ് എടുത്തു വെച്ച ശേഷം സ്വന്തം ഇരിപ്പിടത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് സക്രാരിയിലേക്ക് നോക്കി ആരോടോ സംസാരിക്കുന്നത് പോലെ, ആരെയോ കണ്ടതുപോലെ. ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ മാത്രം പങ്കുവെച്ചതാണ്, എന്താണ്, ഏതെങ്കിലും എൻ്റെ അയോഗ്യത എന്തെങ്കിലും ഉണ്ടോ? കുർബാന ആരംഭിക്കുകയല്ലേ, വിശുദ്ധി കൂടാതെയാണോ വന്നിരിക്കുന്നത്? ആരോടെങ്കിലും ഹൃദയത്തിൽ അകൽച്ചയുണ്ടോ? ഇതൊക്കെ മനസ്സിലൊരു നിമിഷം ഓർത്തതിന് ശേഷം കണ്ണുകളടച്ചാണ്. പിന്നെ കണ്ണുകൾ തുറന്ന് ആ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് സോറി പറയുന്ന ഒരനുഭവം. ഞാൻ ഈ 2 അനുഭവങ്ങളും തികച്ചും വ്യക്തിപരമായ അനുഭവങ്ങൾ പറഞ്ഞത് ഇത് ഈ കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ ഗൗരവത്തെ കെടുത്തുമെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നി. പറയണ്ട എന്ന് ആദ്യം മനസ്സിൽ ഓർത്തു. പ്രിയപ്പെട്ടവരെ, ഈ ജീവിക്കുന്ന ദൈവത്തെ കൺമുൻപിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. ഇത് പങ്കുവെക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരു പ്രചോദനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കുർബാനയുമായിട്ട് ഡയറക്റ്റായിട്ട് സത്യത്തിൽ ബന്ധം പോലുമില്ല. പക്ഷേ ഞാനിത് പറഞ്ഞല്ലോ, പൊതുവിൽ ഈ ഞാൻ പങ്കുവെക്കുന്ന കാര്യങ്ങളൊക്കെ അല്പം ഗൗരവമുള്ളതായിട്ട് പോകുന്നതെന്ന് ചിലർ പറഞ്ഞതുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ സെഷൻ ഈ പറഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നിത്യപുരോഹിതനായ ഈശോയെ അർപ്പിച്ച ഏകബലിയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വളരെ ശ്രദ്ധേയമായൊരു വചനമുണ്ട്. മോശയെക്കുറിച്ചാണ്. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. അദൃശ്യനായ ദൈവത്തെ കൺമുൻപിൽ കാണുന്നത് പോലെയുള്ളൊരു അനുഭവം. കർത്താവേ, ഈ കുർബാന അനുഭവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് തിരുഹൃദയദാസനായ ഒരു വൈദികനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുഹൃദയത്തിൽ ഇവരെ ചേർത്ത് വെച്ചുകൊണ്ട്, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ധ്യാനം പൂർത്തിയാക്കാനുള്ള അനുഗ്രഹവും അഭിഷേകവും കൊടുക്കണമേ. കുർബാന ഹൃദയം കൊണ്ട് കുർബാനയെ സ്നേഹിക്കാനുള്ള കൃപ കൊടുക്കണമേ. അവിടുത്തെ തിരിച്ചോരത്തുള്ളികൾ കൊണ്ട് എല്ലാ മക്കളെയും അവരുടെ ജീവിത പരിസരങ്ങളെയും മുദ്ര ചെയ്യുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.